കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് വെള്ളക്കട സ്വദേശിയും 10ാം തരം വിദ്യാർത്ഥിയുമായ അനന്തുവിന് ഷോക്കേൽക്കുന്നത്. അനന്തുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച 3 പേർക്കും ഷോക്കേറ്റു. ഇതിൽ 2 പേർ ആശുപത്രിയിലാണ്. ഒരാൾക്ക് കാര്യമായ പരിക്കുകളില്ല. കാലിന് ഷോക്കേറ്റ അനന്തു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ചു. അനന്തു പഠിക്കുന്ന മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യണ ഒരു കുട്ടി ഇനി വരികയില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫീലുണ്ട്. അനന്തുവിനെ ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തി. സംഭവത്തിൽ പ്രതികരിച്ച വനം മന്ത്രി അപകടം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചു. വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു പടി കൂടി കടന്ന CPM അറസ്റ്റിലായ പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശ്രദ്ധയോടെ പരിശോധിക്കുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വനം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ജനങ്ങളെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്ത സർക്കാർ ഗൂഢാലോചന എന്ന വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം. വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട് വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. അറസ്റ്റിലായ വിനീഷ് ഒറ്റയ്ക്കാണ് പന്നിക്കണി ഒരുക്കിയതെന്ന് പോലീസ് വിശദീകരിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരകത്തിക്കാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. പ്രതിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 7:15 അറസ്റ്റ് രേഖപ്പെടുത്തി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.